പൾസർ സുനിക്ക് ഒരു നീതിയും ദിലീപിന് വേറൊരു നീതിയും എന്ന് ജനങ്ങൾ പറഞ്ഞാൽ സാർ അതിനെന്ത് പറയും? അല്ല, ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് ഇവിടെ ആദ്യത്തെ കേസിലെ വിചാരണ നടക്കുന്നത്. 1-ാം പ്രതി എന്ന് പറയുന്നത് ഈ ചാർജ് ഷീറ്റ് നമുക്ക് പൂർണ്ണമായി വായിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ചാർജ് ഷീറ്റിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആരോപണം 1-ാം പ്രതിക്കെതിരെയാണ്. 1-ാം പ്രതി പറയുന്നു, അല്ലെങ്കിൽ 1-ാം പ്രതികൾ ആരോപണം ഇതാണെന്ന് പറയുന്നു. 1-ാം പ്രതിയും അതുപോലെ 2 മുതൽ 7 വരെയുള്ള പ്രതികൾ 1-ാം പ്രതിയിലെ ഒപ്പമുള്ള കൂട്ടുകാർ സംഘം ചേർന്ന് ഈ നടിയെ ആക്രമിക്കുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിനും നടിയെ ആക്രമിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുമാണ് 1 മുതൽ 7 വരെയുള്ള പ്രതികൾ പ്രവർത്തിച്ചത്. അതിൽ 1-ാം പ്രതിയാണ് കൂടുതൽ കുറ്റം ചെയ്തിട്ടുള്ളത് എന്നാണ് ചാർജ് ഷീറ്റിൽ പറയുന്നത്. ഈ പറയുന്ന 1-ാം പ്രതിയെ കുറ്റം ചെയ്യാൻ ഏൽപ്പിച്ചതാണ് 8-ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപ്. അപ്പോൾ നടൻ ദിലീപിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഈ പറയുന്ന കുറ്റം ചെയ്യുക എന്ന് 1-ാം പ്രതിയോട് പറഞ്ഞ് 1-ാം പ്രതി 2 മുതൽ 7 വരെ പ്രതികൾ സഹായത്തോടെ കുറ്റം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1-ാം പ്രതിക്ക് എത്ര ഉത്തരവാദിത്വമുണ്ടോ കുറ്റവുമായി ബന്ധപ്പെട്ട്, തട്ടിക്കൊണ്ടലുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, അത്രയും ഉത്തരവാദിത്വം ദിലീപിനും ഉണ്ടാകും. 8 പ്രതികളില് 7 പേരും ശിക്ഷ അനുഭവിക്കുകയും 7 പേരും ജയിലിൽ തന്നെ കിടന്ന് 8-ാമത്തെ പ്രതി പുറത്ത് വിഹരിക്കുകയും ചെയ്തു. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8-ാം പ്രതിക്ക് സാധാരണ ഉള്ള ഒരു കുറ്റം എന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കുന്നതായിട്ടുള്ള ഒരു രേഖകളും ഈ പറയുന്ന കുറ്റപത്രത്തിൽ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനയുടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 2 മുതൽ 7 വരെയുള്ള പ്രതികൾക്കും ജാമ്യം ലഭിക്കാമായിരുന്നു. അതിൽ ആരും തന്നെ പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ അഭിഭാഷകർ മുന്നോട്ട് വന്നില്ല. ഇനി 1-ാം പ്രതിക്ക് ജാമ്യം കിട്ടുന്നുള്ള അപേക്ഷ ഞാൻ 1-ാം പ്രതിയുടെ വക്കീലായിരുന്ന സമയത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ് പ്രധാനപ്പെട്ട സാക്ഷികൾ വിസ്തരിച്ച് കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാമെന്നാണ്. അതിനുശേഷം ഈ അഭിഭാഷകർ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല ജാമ്യം എടുക്കാനായിട്ട്. അപ്പോൾ 1-ാം പ്രതിക്കും ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ പൾസർ സുനി ജാമ്യത്തിനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.